ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം. പടം നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ അതിനേക്കാൾ ബെറ്ററാണ്. അതൊന്നും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെയും കൊള്ളാം. വളരെ മോശം പടം, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന കമലഹാസൻ മണിരത്ന മൂവി തഗ് ലൈഫ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. കൃത്യം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ജൂണിലായിരുന്നു കമലഹാസന്റെ കരിയർ ഹിറ്റായ വിക്രം പിറന്നത്. ഇപ്പോൾ വീണ്ടും ജൂണിൽ മറ്റൊരു സിനിമയുമായി കമലഹാസൻ എത്തുമ്പോൾ വീണ്ടും ചരിത്രം ആവർത്തിക്കുമോ? സിനിമ കണ്ടവരോട് തന്നെ സിനിമയെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കാം. ഒരു കഥയോ തിരക്കഥയോ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? മണിരത്നം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറാണ്. അയാളുടെ അടുത്ത് നിന്ന് നമ്മളൊന്നും ഇതൊന്നല്ല പ്രതീക്ഷിക്കുന്നത്. ഇത് വെറും എന്താ പറയുക, വെറും വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഹൈപ്പൊക്കെ കൊടുത്ത് വന്നതാണ്. ജോജു ജോർജിനെയൊക്കെ കൊണ്ടുവന്ന് ജോർജിനെയൊക്കെ പൊക്കി അടിക്കുമ്പോഴേക്കാണ് ആകെ 4-5 സീനിലാണ് ജോജു ജോർജ്. ചുമ്മാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ജോജു ജോർജിനെയൊക്കെ വെച്ച് ചെയ്യിച്ചിട്ട് കുറേ വെട്ടും കുത്തും എന്തെന്നാണ് അവരുടെ തന്നെ ഒന്ന് പറയാൻ പ്രേക്ഷകരെ വെറും വിഡ്ഢികളാക്കുന്നു. മണിരത്നവും കമലഹാസനും AR റഹ്മാൻ്റെ മ്യൂസിക് ഇത് പ്രതീക്ഷിച്ച് 3 L കാണാൻ വന്നതാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം മൂജിയിട്ടുണ്ട്. പടം നല്ല ഫ്ലോപ്പാണ്. ഒട്ടും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര പാസവും പിന്നെ സ്ഥിരം കണ്ടതും ഒന്നുമില്ല. ഇത് മണിരത്നം എടുത്ത പടം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര കത്തിപ്പടം. ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം. പടം നല്ല രീതിയിൽ പൊട്ടി എന്നുള്ളതാണ്. ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം. ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദുൽഖർ ഒരു വകയില്ല. എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമലഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. നല്ല രീതിയിൽ പടം ഒരു സസ്പെൻസും ഇല്ല. ഇരുന്ന് ആ പടം മൊത്തം ഇരുന്ന് കാണണമെങ്കിൽ നമുക്ക് കുറച്ച് ചങ്കുറപ്പ് വേണം. അത്രയ്ക്ക് ദയനീയമായിട്ടാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒട്ടും പോരാ പടം. മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ്. നമ്മൾ ആ ലെജൻസിനെ കാണാൻ വന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ്റെ ഒന്നുമില്ല. ഭയങ്കരമായ ഡ്രാഗ്. ജോജുവിൻ്റെ കുറച്ച് സൈഡിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ജോജുവിനൊക്കെ എടുത്ത് ഒരു ഇമ്പാക്റ്റ് ഇല്ല. പടം മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ്. ലാഗെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഒട്ടും ഇമോഷൻ. ഭയങ്കരമായിട്ട് ഫാമിലി ഓറിയൻറ്റഡ് പാസം ഭയങ്കരമായിട്ട് തള്ളി കയറ്റിയിട്ട് നമുക്കങ്ങ് തല പെരുക്കുന്നൊരവസ്ഥ. ഒരു രക്ഷയില്ല. കമലഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ അവസ്ഥയായി. മൊത്തത്തിൽ ആകെപ്പാടെ ഒരു സുഖമില്ല. സത്യത്തിൽ 3 ലെജൻസിനെ കാണാൻ വന്നിട്ട് മൂഞ്ചി അവസ്ഥയാണ്. അത്രേ ഉള്ളൂ. പടം നന്നായിട്ട് തീരെ പോരാ. ഐ തിങ്ക് പടം തീർന്നില്ല. പടം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഓടി വന്നു. അത്രേ ഉള്ളൂ. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, അടിപൊളി. മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു, നായകൻ്റെ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കുളമായി. മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല, മൊത്തം അടി. കമലഹാസൻ്റെ അടിപൊളി പെർഫോമൻസ്, സിംബുയുടെ അടിപൊളി പെർഫോമൻസ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇരിക്കാൻ പറ്റില്ല. ക്യാമറ ഒക്കെ കൊള്ളാം, സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ മോശം. പെർഫോമൻസ് നന്നായിരുന്നു. ചിലമ്പരസിന് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിക്രമത്തിന് ശേഷം നല്ല പടം. ഒന്നും പറയാനില്ല. പോരെ ബ്രോ, ഇത്രയും മോശം പടം അടുത്ത കാലത്തൊന്നും ആരും എടുത്തിട്ടില്ല. മണിരത്നം മോശം, കമലഹാസൻ മോശം, AR റഹ്മാൻ മോശം, ജോജു മോശം, എടുക്കാവുന്ന എല്ലാവരും മോശമാണ്. അറിയത്തില്ല ഇതൊക്കെ എന്തിനാണ് എടുത്തു വയ്ക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ക്ലീഷേ ടൈപ്പായി. എൻഡിങ്ങും മാത്രം സാറ്റിസ്ഫൈഡ് അല്ല. കമലഹാസൻ്റെ എഴുത്താണെന്നാണ് അറിഞ്ഞത്, പക്ഷേ കമലഹാസൻ എഴുതിയ പോലെ തോന്നുന്നില്ല. എഴുത്തൊക്കെ ഭയങ്കര മോശം. മ്യൂസിക്കും പോരാ, AR റഹ്മാനും പോരാ, മൊത്തത്തിൽ പോരാ പടം. ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കോമാളി തരം പോലെ എന്തൊക്കെയോ ഞാൻ പറയുന്നില്ല. പോരാ ബ്രോ, മണിരത്നത്തിൻ്റെ ഒരു മൂവിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഇത് വന്നിട്ടില്ല ബ്രോ. എന്ന് വെച്ചാൽ നമ്മളൊരു മൊത്തത്തിൽ മൂവി ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയണം ബ്രോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇങ്ങനെ പിടിച്ചെടുത്താനുള്ള ഒരു സംഭവം ഇല്ല. പക്ഷേ സിംബു കൊള്ളായിരുന്നു. സിംബുവിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷെ പടം പോരാ.
അത് ഒരു ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല മണിരത്നത്തിൻ്റെ പടമാണെന്ന് പറയാൻ തന്നെ എന്താ ഒരു ഇതില്ല. സിംബു കൊള്ളാം, കമലഹാസൻ കുഴപ്പമില്ല, ഓക്കെ, നോർമൽ കമലഹാസൻ്റെ ഒരു പെർഫോമൻസ് തന്നെ. സിംബു ആണ് ഈ ഫിലിം മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് പെർഫോമൻസ് വൈസ്. സിനിമ ഞാൻ ചോദിച്ചെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ കൊള്ളത്തില്ല എന്നാണ്. എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ വന്നത്, അപ്പോൾ അവരെല്ലാം പറയണ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. ജോജു കൊള്ളാമായിരുന്നു, കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ കൊള്ളാമായിരുന്നു. തൃഷ ഓക്കെ, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. സിംബു ആണ് ഏറ്റവും ഒന്നും പറയാനില്ല. ദുൽഖറിന്റെ ബിഗ്ഗസ്റ്റ് എസ്കേപ്പ് എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ഇരിക്കുന്നത്. ദുൽഖറും ജയൻ രവി രണ്ടുപേരും എസ്കേപ്പ് ആയത് ഏറ്റവും ബെറ്ററാണ്. കാരണം എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്, കണ്ണം കാട്ടി കൂടെയൊക്കെ കണ്ണടയൊക്കെ വെച്ചിട്ട് പോകും. വളരെ മോശം, ഭയങ്കര മോശം പടം. മണിരത്നത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ ഇത്രയും മോശമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്, ഒന്നുമില്ല. ഭയങ്കര മോശം. ഏതാ അതിനേക്കാൾ ബെറ്ററാണ്. അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെയും കൊള്ളാം. വളരെ മോശം പടം, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മ്യൂസിക്കൊക്കെ ഒന്നും ടോം ആൻഡ് ജെറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടി പോകുമ്പോഴൊക്കെ ഒളിച്ച് കളിക്കൂല, അതുപോലെയൊക്കെയാണ് മ്യൂസിക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു രീതിയിൽ ഒന്നും എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. ഭയങ്കര മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തൃഷയുടെ സത്യം പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ ഭയങ്കര മോശം പെർഫോമൻസാണ്. അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായ മോശം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പടം നമുക്ക് ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അതിനാണ് മെയിൻ സത്യം. അലമ്പ് പരിപാടിയായി. അത് ഭയങ്കര വിഷമമുണ്ട്. ബാക്കി പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു. ഐശ്വര്യലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല എല്ലാവരും കൊള്ളായിരുന്നു. ആക്ടിങ് കൊള്ളാം, പക്ഷേ കഥയില്ലെങ്കിൽ ആക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെടുത്തി എടുത്ത AR റഹ്മാനും പറ്റിയിട്ടില്ല, അതാണ് പറയാം. ബ്രോ, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നോക്കുക, അതിൻ്റെ 1 ലൈൻ എടുത്തിട്ട് എന്താണ് കഥയെന്ന് എഴുതി നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കഥയിലൊന്നുമില്ല, ത്രെഡില്ല, പിന്നെ അതിൽ അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ചിമ്പുവിനെ പൊതുവെ കാണിക്കാറില്ല, ഈ ഓവർ ലൗഡ് പരിപാടിയില്ല, സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആകെയുള്ള എനിക്ക് തോന്നിയൊരു വെറൈറ്റി. അല്ലാതെ അതിലൊന്നുമില്ല. ജോജു ജോർജ് നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ബേസ്. ഡയറക്ടർ ബ്രില്യൻസൊക്കെ അടിപൊളി, സിനിമാറ്റോഗ്രാഫി അടിപൊളി, ബാക്കിയുള്ള സെറ്റപ്പ് വരും. പക്ഷേ സ്റ്റോറിക്കൊരു കഴമ്പില്ല, ഒരു തട്ടില്ലാത്ത സ്റ്റോറി. കൊണ്ടേ മച്ച് അത്രേ പറ്റത്തുള്ളൂ. ഒരു ലാഗായിരുന്നു. ഒരു ഗാങ്സ്റ്റർ വാറാണ്, പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഭയങ്കര വെട്ടുകുത്ത് കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗാണ്. അല്ല, എന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് തോന്നില്ല ഇത് ഇത്രയും വലിച്ചു നീട്ടണം. എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് ആ സംഭവം. പക്ഷേ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ഫൈറ്റും, സെക്കൻഡ് ഹാഫ് അത്രയ്ക്കൊരു ഇതില്ല. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. കമലഹാസൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സകലകലാവല്ലഭനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മണിരത്നത്തിനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. കാര്യം മണിരത്നം ഇത് കാണിച്ചത് പക്ക തേപ്പായിപ്പോയി. കാര്യം ഒരു വൻ പ്രതീക്ഷയോടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വരിക്കച്ചൊക്കെ പോണെന്ന് തിന്നും പോലെ ചുള പോലെ ഇരിക്കുന്നത്. ഇതെന്തൊരു പടവിടെ ഇത് എടുത്ത് വെച്ചേക്കണത്. വെറും മോശം എന്ന് വെച്ചാൽ വെറും ചിമ്പുവിനെ കൊണ്ടുവന്നാൽ വെറും ഒരു കളിപ്പാട്ടം പോലെ. അതായത് പടം തുടങ്ങുമ്പോഴത്തേക്ക് ലാഗാണ്. ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ്, ക്ലൈമാക്സൊക്കെ എന്താ പോലെ നമുക്ക് ഒരു കോമഡി ആയിട്ട് തോന്നും പോലെയാണ്. കാര്യം വെറും മോശം പടം. നമ്മളൊരു പടത്തിൻ്റെ കുറ്റം പറയുന്നതല്ല, കാര്യം സ്ക്രിപ്റ്റിങ് വെറും മോശം. കാര്യം മണിരത്നം വരെ പഴയ പടത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് ഈ പടത്തിൽ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വർക്കൗട്ട് ആവണ്ടേ. ഇതൊരു അരയടിച്ചാലും നമുക്ക് തികയില്ല. അരയടിച്ചാലും ഇതിൻ്റെ വിഷമമല്ല. കാര്യം അത്രയ്ക്ക് നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് വന്നതാണ്. മാംഗോ ശീലയിൽ നിൽക്കില്ല, മൂഡ് മേക്കറിലെ നിൽക്കുകയുള്ളൂ, എന്നാലേ പിടിക്കുകയുള്ളൂ. കാര്യം അതൊക്കെ പടം നമ്മൾ നല്ല പറയില്ല. AR റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ഒരു 5 മണി പൂവേ എന്നുള്ള ആ പാട്ടിൻ്റെ ഒരു മ്യൂസിക് അത് കേൾക്കാനായിട്ട് കൊള്ളാൻ തിയേറ്ററിൽ ആ ഒരു ഓളം മാത്രമല്ല. പിന്നെ ഫൈറ്റ് സീന് എന്ന് പറയുന്നത് ഫൈറ്റൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വെറും മോശമായിപ്പോയി പടം. നമ്മൾ പറയുമ്പോഴത്തെ ഒരു രീതിയൊന്നുമില്ല, വെറും മോശം. അതിനകത്ത് AI കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നാലും വർക്കൗട്ട് ആയിട്ടില്ല വലിയ രീതിയിൽ. മ്യൂസിക്കൊക്കെ കുഴപ്പമില്ല, പുള്ളിയുടെ പഴയ സ്റ്റൈൽ തന്നെ പിടിച്ചേക്കുന്നത്. ഒരു അപ്ഗ്രഡേഷൻ അതിനകത്ത് വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഗുഡ്, ഒരു 1 വാച്ച് മൂവി. അതും കുറേ ലാഗാണ്, അത്യാവശ്യം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടില്ല, ക്ലൈമാക്സ് വരുമ്പോഴും ലാഗ് തന്നെയാണ്. ഒരു ഉറക്കം എണീറ്റ്, ഞാൻ ഒരുപാട് തവണ ഉറക്കം എണീറ്റ് വന്നു. വയസ്സായതിൻ്റെ ഒരു വയസ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളിയുടെ മാക്സിമം ചെയ്തിപ്പോൾ നമ്മളൊക്കെ വയസ്സാണ്, ഇപ്പോഴേ നടുവരെ. പുള്ളി ആ സമയത്ത് ഇത്രയും ചെയ്യുന്നല്ലോ. അഭിനയം കൊള്ളാം. പിന്നെ അത് പണ്ട് പോലെ പുള്ളിയുടെ അഭിനയം നമുക്കൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് കഥയാണ് കുറച്ചുകൂടെ ഒന്ന് ലാഗായത്. പുള്ളിയുടെ ഒരു മണിരത്നം പുള്ളിയുടെ ഒരു യൂഷ്വൽ സാധനം ആണ്, ലാഗിൻ്റെ ഒരു സംഭവമാണ് അതിനകത്തുള്ളത്. ഓവറായെന്നോ ലാഗാണ്, കുറച്ച് ലാഗാണ്. 1 ടൈം വാച്ച് ആണ്. ഒരു 3 മണിക്കൂർ ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന്